ഗൈസ്, നമ്മുടെ ജനനായകൻ വിജയുടെ അവസാനത്തെ പടത്തിന്റെ ട്രെയിലർ ഇന്ന് വന്നിരിക്കുകയാണ് ഗൈസ്. ഇപ്പൊ 10 മിനിറ്റ് ആയതുള്ളൂ. 10 മിനിറ്റ് ആണോടാ? 10 മിനിറ്റ് ആയുള്ളൂ ഗൈസ്. അപ്പൊ നമ്മൾ നിങ്ങളോടൊപ്പം ഇത് കാണാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ റിയാക്ഷൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പൊ തുടങ്ങാം. ഫോൺ കോൾ ആട്ടോ. എടാ, അപ്പൊ ഈ സിനിമയിൽ തലപതി എന്നാണോ പേര്? അതൊന്നല്ല, എന്നാലും തലപതി എന്നാണ്. നീ കൂടുതൽ ഡീകോഡ് ചെയ്യണ്ട കേട്ടോ. തലപതി എന്നാണ് കേട്ടോ പേര്. ബാക്കി കാണാം. ആ സിംഗിനൊട്ടുള്ള ബീറ്റിലെ അതാ ആ ബീറ്റിനനുസരിച്ചുള്ള വെടിവെപ്പ്. പാർട്ടിയുടെ മറ്റേ സൈഡില് 2 ആന ഇങ്ങനെ പൊങ്ങുന്നത്, ചിഹ്നം വിളിക്കുന്നത്, അതാണ് ആ സംഭവം. മനസ്സിലായില്ലേ? ആ നോക്ക്, ടിവിക്കയുടെ സൈനേ അവരുടെ ലോഗോ. சூப்பரா இருக்கும்னு சொல்லுவாங்க. அனிருத் பயம் இருக்கக்கூடாது. புலி மாதிரி ഇത് ബിഗിലി കണക്കുള്ള പടമാണ്. ബിഗിലിനകത്ത് മറ്റേ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന കണക്കൊരു മൂഡ് തോന്നുന്നു. ഇനി എന്താണേലും നമ്മൾ ഈ പടം ഫ്ലോപ്പ് ആണേലും അടിപൊളിയാണേലും നമ്മൾ പോയി കണ്ട് അടിച്ച് പൊളിച്ചിരിക്കും. ലാസ്റ്റ് പറയുന്നത് ഇന്നിലറിഞ്ഞ 30ാമത് നാൾ ഇന്ത്യ എൻ കാലടിയിൽ വന്ന് വീഴും. ഇന്ത്യ എൻ കാലടിയിൽ രക്ഷിക്കുന്നല്ലോ ആണോ ഇനി? விஜயோட பயத்துக்கு பின்னாடி ஏதோ பெருசா ஒண்ணு அது தெரிஞ்சா. അതായത് മോളെ ആർമിയിൽ ചേർക്കാൻ മോക്ക് വെച്ച് താല്പര്യമില്ല, പക്ഷെ വിജയ് നിർബന്ധിച്ച് ആർമിയിൽ ചേർക്കുന്നു. അങ്ങനെയാണ് തോന്നുന്നു കണ്ടിട്ട് ട്രെയിലർ. അപ്പൊ മോക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വിജയിലും അഫക്ട് ചെയ്യുന്നു. വിജയ് ഇടപെടുന്നു, ഇന്ത്യ രക്ഷപ്പെടുന്നു. അങ്ങനെ ആയിരിക്കും കേട്ടത്. மக்களுக்கு நல்லது பண்ற இதுக்குள்ள வராது, உன்னை காப்பாத்திக்கிட்டு ஓடி போயிடு. மொத்த ஐயோக்கியனுங்களும் ஒண்ணா நிக்கிறாங்க. அவங்க ஜெயிக்க கூடாது. உன்னால ஒன்றும் பண்ண முடியாது, விலகி போ. மக்கள் அவனை கொண்டாடிக்கிட்டு இருக்காங்க. இப்போ கொன்ன கடவுளாயிடுவான். அவனை உயிர் தெழ முடியாத சிலுவையில அறையன். உன்னை காலி பண்ணிடுவேன், அசிங்கப்படுத்திடுவேன்னு சொல்ற எவனா இருந்தாலும் சரி, திரும்பி போற ஐடியாவே இல்லை. I am coming. மக்களுக்கு நல்லது பண்றதுக்கு அரசியலுக்கு வாங்கடா. கொலை பண்றதுக்கு அரசியலுக்கு வரீங்க. ഗൈസ്, അപ്പോൾ ഒരുപാട് കട്ട വെയിറ്റിംഗ് ആണ് പടം റിലീസിന് വേണ്ടിയിട്ട്. ജനുവരി 9-നാണ് എല്ലാവരും തിയേറ്ററിൽ പോയി ആദ്യത്തെ ദിവസം തന്നെ ആദ്യത്തെ ഷോ കാണാൻ വേണ്ടി ഞാൻ മാക്സിമം ട്രൈ ചെയ്തതായിരിക്കും ആദ്യത്തെ ദിവസം തന്നെ കാണാൻ. യെസ്, നമ്മൾ അപ്പൊ ഗൈസ്, അപ്പൊ ഇനി പടം എങ്ങനെയോ എന്തോ ആയിരിക്കട്ടെ, നമ്മൾ ഈ പടം അടിച്ച് പൊളിക്കുന്നു.